ഇന്ത്യയിൽ ഒരു വലിയ രീതിയിലുള്ള റിലീസിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് അല്ലു അർജുൻ നായകനായി എത്തിയ പുഷ്പ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായ പുഷ്പ 2 എന്ന സിനിമ. എന്നാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഇതുവരെ ആ ഒരു പുഷ്പ 2 എന്ന സിനിമയ്ക്ക് ഒരു തരി ഹൈപ്പ് പോലും ഉണ്ടാക്കാൻ കഴിയാത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രങ്ങളിൽ ഒന്ന് തന്നെയായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും. മാത്രമല്ല ഈ വർഷം അവസാനമായിട്ട് വരാനിരിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ പടം എന്നൊരു പ്രത്യേകത കൂടി ഈ ഒരു പടത്തിനുണ്ട്. എന്നാലും ഒരു എബോ ആവറേജ് റിവ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ പോലും നല്ല കളക്ഷൻ ഇടാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു സിനിമ തന്നെയാണ് പുഷ്പ 2. എന്നാൽ ഇങ്ങ് കേരളത്തിൽ വലിയ രീതിയിലുള്ള ഹൈപ്പ് പുഷ്പ 2-ന് ഇല്ല എന്നുള്ളത് വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് എടുക്കാം. കാരണം എന്തെന്ന് കഴിഞ്ഞാൽ പുഷ്പ എന്ന ഒന്നാമത്തെ ഭാഗത്തിനേക്കാൾ കൊള്ളാം എന്ന ഒറ്റ റിവ്യൂ മാത്രം മതി പടം കയറി കൊളുത്താൻ. കാര്യം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് പുഷ്പ 2. എന്നിരുന്നാൽ കൂടിയും ഈ ഒരു ചിത്രം ബാക്കി പാൻ ഇന്ത്യൻ സിനിമകളെ വെച്ച് നോക്കുമ്പോൾ പുറകിലാണെങ്കിലും പാൻ ഇന്ത്യൻ ലേബൽ മാറ്റിക്കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള തെലുങ്ക് മാസ പടം എന്ന രീതിയിൽ തന്നെ കണ്ടിരിക്കാവുന്ന പടം തന്നെയാണ്. വലിയ രീതിയിലുള്ള പ്രൊമോഷനും ഹൈപ്പും കൊടുത്തുകൊണ്ട് കാണാൻ പോകുന്ന പ്രേക്ഷകരെ പ്രതീക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് സിനിമ പരാജയമായി പോയ ഒരുപാട് ഉദാഹരണം നമ്മുടെ മുമ്പിൽ ദൃശ്യമാണ്. മലയാള സിനിമയിൽ ഇതുപോലെ വലിയ രീതിയിലുള്ള പ്രൊമോഷനും ഹൈപ്പും കൊടുത്തുകൊണ്ട് വന്ന ഒരു സിനിമയായിരുന്നു ദുൽഖർ സൽമാൻ നായകനായ കിങ് ഓഫ് കൊത്ത. പക്ഷേ പടം വളരെയധികം പരാജയമായിരുന്നു. അതുപോലെ തന്നെ തമിഴിൽ നിന്ന് വന്നൊരു സിനിമയായിരുന്നു സൂര്യ നായകനായ കങ്കുവ. പക്ഷേ പടത്തിന് വലിയ രീതിയിലുള്ള നഷ്ടം സംഭവിച്ചു എന്ന് മാത്രം തന്നെ പറയാം. എന്തായാലും പടം ഡിസംബർ 5-ാം തീയതി റിലീസ് ആവുകയാണ്. കങ്കുവ സിനിമയ്ക്ക് സംഭവിച്ചതുപോലെ വലിയൊരു പരാജയം സമ്മാനിക്കാതെ നല്ല രീതിയിലുള്ളൊരു പടമായി തീരട്ടെ എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്.